എല്ലാവർക്കും ലീഫിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ സൈറ്റ് നമ്മൾ ഇന്ന് തുടങ്ങണം കേട്ടോ. പേൾ ഗ്രാസ് വെക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഏരിയയിലുള്ള ഇത് കളപിടിച്ചേക്കാണ്. അപ്പോൾ ഈ കാണുന്ന ഫുള്ള് പുല്ല് ഇവിടുന്ന് വെട്ടി മാറ്റിയിട്ട് ഇവിടെ ഗ്രാവൽ ഇട്ടുകൊണ്ട് നമുക്കിവിടെ പേൾ ഗ്രാസ് വെക്കണം. അപ്പോൾ ഈ ഒരു ഏരിയ മാത്രമല്ല, ഇവിടുന്ന് ആ അറ്റം വരെ കാണുന്ന ഏരിയ ഉണ്ട് നമുക്ക് പേൾ ഗ്രാസ് വെക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് നമ്മുടെ വർക്ക്. നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ സൈറ്റിൽ നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന്. നമ്മൾ ഏകദേശം ഇത്രയൊക്കെ ഇങ്ങനെ വെട്ടി വരുമായിരുന്നു കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നന്നായിട്ട് കൂടും, ഇടയ്ക്ക് കുറയും. അപ്പോൾ നമ്മൾ മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് പറ്റുന്ന രീതിയിലൊക്കെ വെട്ടി വിടുന്നുണ്ട്. മഴ പെയ്ത് നല്ലപോലെ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പണി ഭയങ്കര പാടായി. കാരണം ഓൾറെഡി പൂഴിയുണ്ട് ഇതിനകത്ത്. അപ്പം നല്ലപോലെ മഴ പെയ്ത് കഴിയുമ്പോൾ അതങ്ങോട്ട് തിക്കാവും. പിന്നെ നമുക്ക് എത്ര വെട്ടിയാൽ നമുക്ക് കിട്ടാത്തൊരവസ്ഥ വരും. ഏകദേശം ആ പോർഷൻ തൊട്ട് ഈ പോർഷൻ വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ക്ലീനിങ് ഇവിടം വരെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഉണ്ടായിരുന്ന പുല്ല് മൊത്തം കൊത്തി ഓരോ സെക്ഷനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടുന്ന് മാറ്റണം. നമ്മൾ കുടഞ്ഞ് മാറ്റുക ചെയ്യുന്നത്. ഓൾറെഡി ഇവിടെ ഇത്രയും ഭാഗം ആ കാണുന്ന ബെഞ്ചിൻ്റെ ആ മാർബിൾ ഇരിപ്പില്ലേ, അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം മൊത്തം ഗ്രാവലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പുല്ല് മൊത്തം നമ്മൾ കൊത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സൈഡ് കണ്ടല്ലേ, ഒരു ബോർഡർ ഒരടി വീതിക്ക് ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ പുല്ലൊക്കെ വെട്ടി മാറ്റാണ്. ഇത് ഏകദേശം തയ്യാറായിട്ടുണ്ട് ഈ ഭാഗം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തുനിന്നുള്ള കംപ്ലീറ്റ് പുല്ല് മൊത്തം നമ്മളൊന്ന് മാറ്റിയിട്ട് ഒന്നുകൂടി ഫുള്ള് കൊത്തിയിട്ട് നമ്മൾ ഷവർ കൊണ്ടിലേക്ക് വലിച്ച് ലെവലാക്കി ഇടും. അതിൻ്റെ അകത്തേക്കല്ല നമ്മൾ പുല്ല് വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മളങ്ങനെ ചെയ്യുന്നതിൻ്റെ അകത്തേക്ക് എക്സ്ട്രാ ഗ്രാവലും കൂടി ഇറക്കിയിട്ടായിരിക്കും നമ്മൾ പുല്ല് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എങ്ങനെയാണ് ഇനിയുള്ളത് ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. ഈ ഒരു സൈഡ് വന്നേക്കുന്നത് ഓൾറെഡി നമ്മുടെ ക്ലയൻറ്റ് തന്നെ പുല്ല് ഉണങ്ങിപ്പോകാൻ വേണ്ടി ഇവിടെ ഷീറ്റൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് നമ്മൾ കാണുന്ന കേട്ടോ. കാരണം നമുക്ക് അത്രയും വർക്ക് കുറഞ്ഞു കിട്ടും. കാരണം ഈ ഒരു ഏരിയയിൽ നമ്മൾ പുല്ല് കുറച്ച് അത്യാവശ്യം ശ്രമകരമായിട്ടുള്ള പണിയായിരുന്നു. മഴ ഉണ്ടായിരുന്നതുകൊണ്ട് വിട്ടുപോരാൻ വേണ്ടി ഇച്ചിരി പാടാണ്. അപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ ഷീറ്റ് ഇട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന പുല്ല് ഏകദേശം നല്ല രീതിയിൽ ഉണങ്ങി കിടക്കുന്ന കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അത് കാണിച്ചു തരാം കേട്ടോ. ഒരു മഴയും കൂടി വരുന്നുണ്ട്. ആ മഴയും കൂടി പെയ്തൊന്ന് മാറിക്കഴിഞ്ഞാലേക്ക് നമുക്ക് ബാക്കി പണി ചെയ്യാനായിട്ട് പറ്റും. എടുത്തു നീ ചെയ്യണ പണി വെച്ചാൽ മതി. യെസ്, അങ്ങനെ ഉച്ച കഴിഞ്ഞേട്ടാ കിഡിലിനൊരു മഴയൊക്കെ പെയ്തു. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തോർന്ന് കിടന്ന പുല്ലാണ്. പക്ഷേ അത് മൊത്തം നനഞ്ഞു വിടണ്ട കേട്ടോ. പുല്ല് മാറ്റാൻ വേണ്ടി പോകണേ. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ പശുവുള്ളൊരു വീടുണ്ട്. അവർക്ക് പുല്ല് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളപ്പം എന്തായെന്ന് വെച്ചാൽ പുല്ല് ഇവിടെ നിർത്തുന്ന നേരെ പുറത്തേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഇടും. അവരൊന്ന് എടുത്തുകൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് പുല്ല് മാറി കിട്ടുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. പിന്നെ അവരുടെ പശുവിന് കൊടുക്കുക എന്നുള്ള അവരുടെ ഒരു ആവശ്യം. അപ്പോൾ രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. എന്നിട്ട് വേണം നമുക്കിവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാനില്ല. കാരണം അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും നമുക്ക് ഇവിടുന്ന് മാറി കിട്ടണം. ഇപ്പം തന്നെ ഓൾറെഡി ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ചാറിയപ്പുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മാറ്റിയേക്കാം.
എന്താടാ? അങ്ങനെ വീണ്ടും ഒരു മഴ പെയ്തു വന്നിരിക്കാം കേട്ടോ. നമ്മൾ ഇത്രയും ഭാഗത്ത് പുല്ല് മാറ്റി ബാക്കി കൂടെ മാറ്റാൻ പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നമ്മൾ ഈ ഒരു ഏരിയയിലും മൊത്തം പുല്ല് മാറ്റി ഇവിടെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസത്തെ വർക്കുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇറങ്ങി വീഡിയോ വരുന്നത്. ഒരുമിച്ച് ഇടാൻ പോയി ഒത്തിരി വലിയ വീഡിയോ ആയി പോകും. അതുകൊണ്ട് ചെറിയ ചെറിയ പാർട്സായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് മാറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഏരിയ ആയിരിക്കും. അപ്പോൾ ഈ ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ഷീറ്റ് ഇട്ട് വെച്ചേക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് ഫുള്ള്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിലേക്കുള്ള പുല്ലെല്ലാം ഓൾറെഡി കരിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ഇതിൻ്റെ അടിയിൽ കുറച്ച് പെബിൾസ് കാണുന്നില്ലേ, വലിയ കല്ലുകളും പാറയും അതുപോലെ ഇതുപോലത്തെ വലിയ ഗ്രാനൈറ്റിൻ്റെ പീസും കാര്യങ്ങളും വേസ്റ്റുകളൊക്കെ ഉണ്ട്. അതുമൊക്കെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത്രയും വർക്കാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമ്മൾ ഈ സൈഡിൽ നിന്നാണ് തുടങ്ങിയേക്കുന്നത്. ഓക്കെ, കുറേ പ്ലാന്റ്സ് വെക്കാനുണ്ട്, പെബിൾസ് ചെയ്യാനുണ്ട്, സ്റ്റോൺ വർക്ക് ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഈ ഏരിയ ഒന്ന് തീർത്തേക്കട്ടെ. ട്രോളിയുടെ ആൾ വന്നു കേട്ടോ. നമ്മൾ ഈ ഏരിയയൊക്കെ മൊത്തം ക്ലീനാക്കി വന്നാൽ കേട്ടോ. പക്ഷേ നമുക്ക് ആ പുല്ലെടുത്ത് മാറ്റുന്നതിന് മുമ്പായിട്ട് വലിയ മഴ 2 പ്രാവശ്യം പെയ്തു. വലിയ മഴ പെയ്തുകൊണ്ട് അതിൻ്റെ അകത്തെ മണ്ണും പുല്ലും ഒക്കെ കൂടി ഭയങ്കരമായിട്ട് മിക്സായിപ്പോയി. അപ്പോൾ നമ്മളതിനെ കഴുകി മാറ്റുക കേട്ടോ. മണ്ണ് ഇവിടെ കിടക്കുന്ന രീതിയിൽ പുല്ല് മാത്രമായിട്ട് നമ്മൾ എടുത്ത് മാറ്റുക. കാരണം മൊത്തത്തിലെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പൊക്കി എടുക്കാനും പറ്റത്തില്ല. കൈയൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ച് വീഴുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ മാറ്റുക കേട്ടോ. കഴുകി ട്രോളിക്കകത്തേക്ക് മാറ്റിയിട്ട് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, നമ്മൾ മാക്സിമം എടുക്കാൻ പറ്റുന്നത്രയും പുല്ല് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇങ്ങനെ കുഴഞ്ഞു വരുന്ന സാധനം ഉണ്ടല്ലോ, ചെളിയും പുല്ലുമായിട്ട്, അതിനെ നമ്മൾ വലിയ കുഴി ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് മൂടുക കേട്ടോ. ഇതിൻ്റെ പുറമേ കിടന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് കിളുക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കുഴി ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. നമ്മളങ്ങനെ ഷീറ്റ് മാറ്റി കേട്ടോ ഇവിടുത്തെ. ഇതുപോലെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ പോലെ തന്നെ കാട് പിടിച്ച് കിടന്ന സ്ഥലം. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഷീറ്റ് ഇതിൻ്റെ പുറത്തേക്ക് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഷീറ്റ് വിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പുല്ല് ഉണങ്ങിപ്പോവും. അതാ പരിപാടി. ഉണങ്ങി കിടക്കുക. ഇതിനിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്ത് ലെവൽ ചെയ്ത് ഇവിടെയും ഗ്രാവൽ ഇടണം കേട്ടോ. മൊത്തം ക്ലീൻ ചെയ്ത് ലെവൽ ചെയ്ത് ഗ്രാവലിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പേൾ ഗ്രാസ് നടാനുള്ളതാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് വലിയ കല്ലുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇത് നമുക്കിവിടെ ഗാർഡനിൽ യൂസ് ചെയ്യാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റണം. അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. ഇത് നമ്മുടെ ഇരിക്കുന്ന ബെഞ്ചാണ് കരിങ്കല്ലിൻ്റെ. അതും കൂടി ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് അവിടെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്ന സ്ഥലമില്ല, അവിടെ സെറ്റ് ചെയ്യാനുള്ള കേട്ടോ. ഇവിടുന്ന് ആ ഏരിയ വരെയുള്ള നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ സമയമായി വരുന്നുണ്ട്. 3 മണി കഴിഞ്ഞു. നമുക്ക് ഈ ഒരു ഏരിയ ഇവിടെ നിന്ന് ഇത്ര ഉള്ള ഏരിയ കൂടി നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. നമ്മളിപ്പോൾ എന്താ ഈ ഷീറ്റ് കാണുന്നില്ലേ ഇവിടം വരെ, അത്രയും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വേണം നിർത്താനായിട്ട്.
കൈ നോക്കണം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഫസ്റ്റ് ഒരു മിനിക്കോണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നാളെ നമ്മൾ മെഷീൻ കൊണ്ടുവന്നിട്ട് മണ്ണ് മൊത്തത്തിലൊന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇത് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് നാളെയാണ് എൻ്റെ പരിപാടി. ബാക്കി നമ്മുടെ ഈ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഈ ഏരിയ നമ്മൾ ആ ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടോ, കണ്ടില്ലേ, ഷീറ്റൊക്കെ മാറ്റി. അപ്പോൾ ഇവിടുന്ന് അവിടം വരെയുള്ള ഏരിയ നമ്മൾ ജസ്റ്റ് ചെയ്യാൻ പോകും. സമയം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുറച്ച് സമയം കൂടി നിന്ന് തുറക്കാൻ. കൂട്ടത്തിൽ നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള ഭാഗം ക്ലീൻ ആക്കാൻ പോകാം. അപ്പോൾ ആ പുല്ല് ഉണങ്ങി കിടന്നുകൊണ്ട് നമുക്ക് കുറച്ചൊരു ആശ്വാസമുണ്ട്. എന്നാലും നമുക്ക് ഇതിൻ്റെ റൂട്ട് ഉൾപ്പെടെ പോകണം. അതുകൊണ്ട് മെഷീനിട്ട് അലിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് വർക്കിന് എടുക്കാനുള്ളതാണ്. ചെറിയ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ ഇതൊക്കെ നമ്മൾ എടുക്കും. പൊട്ടിയാ നന്നായിട്ട് പൊട്ടി. പ്ലംബർ, ഗാർഡനർ, ഇനി മറ്റേ സാധനം വലുതാക്കണ. ഒരു ഊട്ട കിടക്കട്ടെ അവിടെ, വെള്ളം പോരണ്ട എന്തായാലും.